ആദ്യം ഞാൻ ഒരു കാര്യം പറയാം. ഈ വീഡിയോ എങ്കിലും നിങ്ങളൊന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നിങ്ങൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ഒരുപാട് നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങളുടെ ലൈഫ് ലോങ് വേണമെന്ന ആ ഒരു ആൾ നിങ്ങളുടെ കൂടെ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരാം. ഉറപ്പായിട്ടും ഞാൻ പറയുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു അപകട സ്റ്റേജിലാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഇട്ടിട്ട് പോകും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകും, വളരെ കുറച്ച് നാളുകൾ കൊണ്ട് ബ്രേക്കപ്പ് ആകും എന്നതിൻ്റെ 5 സൈനുകളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് നിങ്ങൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ്. നിങ്ങൾ എത്ര തിരിച്ചു വിളിച്ചാലും അവർ വരാത്ത രീതിയിലോട്ടെത്തും. ആ ഒരു കാര്യങ്ങളാണ് പറയുന്നത്. വളരെ സിൻസിയറായിട്ട് ലവിൽ മാത്രം കണ്ടുവരുന്നൊരു കാര്യം കൂടിയാട്ടോ ഇത്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. വളരെ സിൻസിയറായിട്ട് ലവിൽ ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവരിട്ടിട്ട് പോകും എന്നതിൻ്റെ കാണിക്കുന്ന 5 സൈനുകളാണ്. സോ ലെറ്റ്സ് ഗോ. നമ്പർ 1, ഒരുപാട് വഴക്കുകളുണ്ടാവുക. ഒരുപാട് വഴക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾ വഴക്കിട്ടു, നാളെ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ, അതായത് നിങ്ങളോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലേക്ക് നല്ല ഗ്യാപ്പുകൾ ഉണ്ടാവാം. 2, 3, 4 ദിവസത്തോളം സംസാരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ബ്രേക്ക് എടുക്കുക. അതേപോലെ തന്നെ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വയ്യ, മടുത്തു, കുറേ നാളെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ലൊരു ഗ്യാപ്പുകൾ ഉണ്ടാവുക. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർക്ക് മടുത്തു, അവർ ഒട്ടും നിങ്ങളെ മാക്സിമം അവർ നിങ്ങളില്ലാതെ പിടിച്ചു നിൽക്കാൻ അവർ ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിൽ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുന്നത് അവർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ മാക്സിമം നിങ്ങളിൽ നിന്ന് അവോയ്ഡ് നിൽക്കുന്നതാണ്, നിങ്ങളെ വിട്ട് പോയി നിൽക്കുന്നതാണ് നല്ലതെന്നാണ് അവരുടെ മനസ്സിൽ അവർക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളെ വിട്ടുപിരിയാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അവരൊരു ദിവസത്തിന് മേലെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ഇത് നിർത്തുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഞാനുള്ളതാണ്, ആ ഒരാളുള്ളതാണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്നതിൻ്റെ ഒന്നാമത്തെ സൈനാണ് ഇത്. നമ്പർ 2 എന്ന് പറയുന്നത് ബ്രേക്കപ്പ് ആക്കാമെന്ന് അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ഇത് ബ്രേക്കപ്പ് ആക്കി നിർത്തുകയാണ്, നമുക്ക് രണ്ടുപേർക്കും നല്ലത്, എന്നെക്കൊണ്ട് വയ്യാൻ മടുത്തു, ഇത് സ്റ്റോപ്പ് ചെയ്യാം, ഇങ്ങനെ കൂടുതലും ബ്രേക്കപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് തവണ ബ്രേക്കപ്പ് ഇത് നിർത്തുകയാണ് നല്ലത്, രാവിലെയൊക്കെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നീ എനിക്ക് മെസ്സേജ് അയക്കല്ലേ, എനിക്കതിന് എന്തോ പോലെ ആവുന്നു എന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് അത് വരിക. അതായത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തികൾ കൊണ്ടോ, എന്തുകൊണ്ട് വേണമെങ്കിലാവാം, ഉള്ളിൽ ചെറിയ രീതിയിൽ വെറുപ്പുകൾ വന്ന് തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനാണത്. അത് വരുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് തന്നെ അവരുടെ ഉള്ളിൽ നിന്ന് അവരുടെ ട്രസ്റ്റ് പോകുന്നു എന്നുള്ളതാണ് മൂന്നാമത്തായിട്ട് പറയാനുള്ളത്. അവരുടെ ഉള്ളിൽ നിന്ന് ആ ട്രസ്റ്റ് അങ്ങ് പോകും. ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ് കേട്ടോ. വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരിൽ ട്രസ്റ്റ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. പക്ഷേ സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ കൊണ്ടുവരാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, വന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾക്ക് ട്രസ്റ്റ് തിരിച്ചു കൊണ്ടുവരാനുള്ള വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്തുതരാം. ഓക്കെ, നമുക്ക് അതേപ്പറ്റി ഒന്ന് പഠിച്ച് അതേപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഒരു ജെന്യുവൻ ആയിട്ടുള്ള വീഡിയോ മാക്സിമം ഞാൻ ട്രൈ ചെയ്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ മതി. സോ ട്രസ്റ്റ് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ട്രസ്റ്റും കൂടി നഷ്ടപ്പെടുമ്പോഴേക്കും അതൊരു വളരെ അപകടകരമായ രീതിയിലോട്ടെത്തും. നമ്മൾ ചെയ്ത ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൊണ്ടോ വിഷമങ്ങൾ കൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ എന്നാലും അവരുള്ളിൽ നിന്ന് ട്രസ്റ്റ് അങ്ങ് പതിയെ പോയി വന്നുകൊണ്ടിരിക്കും. നമ്പർ 4, അവർക്കൊരു ഇൻറ്റിമസിക്കൊന്നും പിന്നെ താല്പര്യമില്ലാതാവും. അതായത് ഒരു ഉമ്മ തരാനോ, ഉമ്മ നിങ്ങളുടെ അടുത്ത് വാങ്ങിക്കാനോ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ക്യൂട്ടായിട്ട് സംസാരിക്കാനോ, ഒന്ന് കെയർ ചെയ്യാനോ ഒന്നും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതൊക്കെ വളരെ അരോചകമായിട്ട് അവർക്ക് തോന്നി തുടങ്ങും. നിങ്ങൾ ഉമ്മ വെക്കാൻ പറയുമ്പോഴോ, അവർ നിങ്ങളോട് ഉമ്മ വെക്കാൻ നിങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ എനിക്കെന്തോ ഒരു മൂഡില്ല, അല്ലെങ്കിൽ എനിക്കെന്തൊരു മൈൻഡൊന്നുമില്ല, ശരിയല്ല, പിന്നെ നോക്കാം, വേണ്ട, അത് ശരിയാവില്ല, അതൊന്നും വേണ്ട, എനിക്കെന്തോ പോലെയുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു കിസ് ചെയ്യാനും ഹഗ് ചെയ്യാനും ഒന്ന് റൊമാൻസ് ആവാനൊക്കെ തോന്നുന്നത്? സീരിയസ്ലി പറയുകയാണെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലാണ് നമുക്കങ്ങനെ തോന്നുക, ശരിയല്ലേ? അവരെ ഒന്ന് കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനൊക്കെ നമുക്ക് തോന്നുന്നത് നമ്മുടേത് മാത്രമാണ് അവർ എന്ന് നമുക്ക് തോന്നുമ്പോഴാണ്, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമുക്ക് തോന്നുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. നമ്മുടേതാണെന്ന് തോന്നുമ്പോൾ നമുക്ക് അവരെ കിസ് ചെയ്യാനും ഹഗ് ചെയ്യാനൊക്കെ തോന്നും. വേറെ ആരോ തോന്നുമ്പോൾ നമുക്ക് തോന്നില്ലല്ലോ, ഉള്ളിൽ നിന്ന് വരില്ലല്ലോ. അപ്പം അങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ആരുമില്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് എത്തുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 5-മത്തെന്ന് പറയുന്നത് കമ്പയറിങ് ആണ്. അതായത് നീ മറ്റവനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ മറ്റവളെ കണ്ടുപിടിക്കുക, നീ എൻ്റെ സുഹൃത്തിനെ നോക്ക്, നീ തരേണ്ടതൊക്കെ കെയറും കാര്യങ്ങളൊക്കെ അവരാണ് തരുന്നത്, നീ തരേണ്ട സ്നേഹമൊക്കെ വേറെ ആൾക്കാരാണ് തരുന്നത്, നിനക്കെന്ത് ഇതൊന്നും പറ്റാത്തതെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുക. അതേപോലെ തന്നെ അവരെ ഉള്ളിൽ വിഷമങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ അത് പറയുന്നുണ്ടാവുക. പക്ഷേ ഭയങ്കര നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നൊരു കമ്പയറിങ് ആയിരിക്കും. നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി എത്തും. കമ്പയറിങ്ങും നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യത്തിലോട്ടും ഇതെത്തും. നിങ്ങൾ ചെയ്ത തെറ്റുകൾ ഓരോന്നായിട്ട് അവരിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം അവരുടെ ഉള്ളിൽ ചിലപ്പോൾ അത്രയും വീക്കായിട്ടുണ്ടാവും. കാരണം ക്ഷമിക്കാൻ പറ്റാത്ത പല തെറ്റുകൾ വന്നിട്ടും നിങ്ങളൊന്ന് സോറി പറയാനോ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകളുണ്ടോ അവരുടെ ഭാഗത്തുള്ള തെറ്റുകളുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് വളരെ സിൻസിയർ ആയിട്ടുള്ള ലവിൽ
ഒരു വലിയ ബിഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് പിന്നീട് പതിയെ ബ്രേക്കപ്പ് ആകുന്നതിൻ്റെ 5 സൈനുകളാണല്ലോ നമ്മൾ പറയുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ ഈ 5 സൈനുകൾ സീരിയസ്ലി വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കൂടുതലും നിങ്ങളുടെ മിസ്റ്റേക്കുകൾ കൊണ്ടൊക്കെ ആയിരിക്കും. കാരണം സ്നേഹം കുറയുമ്പോൾ, വളരെ സിൻസിയറായിട്ടുള്ള ലവ്വിൽ സ്നേഹം കുറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വലിയ പ്രാധാന്യം കാണിക്കാതിരിക്കുമ്പോൾ, നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്ത് സോറി പറയാതിരിക്കുമ്പോൾ, നിങ്ങൾ അവരോട് ഒരു താല്പര്യം കാണിക്കാതിരിക്കുമ്പോൾ, അവരെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ, ഒരുപാട് നിങ്ങൾ അവരെ മടുത്ത പോലെ ഇരിക്കുമ്പോൾ, വിളിച്ചു എന്നുള്ള രീതിയിലേക്ക് ആകുമ്പോൾ, അവർക്കൊരു ബഹുമാനം കൊടുക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞ് വിളിക്കാണ്ടിരുന്നിട്ട് വേറെ ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ഇട്ടില്ലെങ്കിൽ ഇൻസ്റ്റയിൽ റീലൊക്കെ കണ്ട് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട സമയമൊക്കെ വേറെ ആരുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന സമയമൊക്കെ വേറെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴോ, അവരോട് പറയാതെ നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴോ, നിങ്ങളൊന്നും അവരെ അറിയിക്കാതെ, അതായത് അവർക്ക് വേണ്ട റെസ്പെക്റ്റോ സ്നേഹമോ കെയറോ വാല്യൂവോ എന്താ പറയുക ഒന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒന്നും ഒരു റിലേഷൻഷിപ്പിലുണ്ടായിരിക്കേണ്ട ഒന്നും നിങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ, ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുന്നതുകൊണ്ടൊക്കെ എന്തുകൊണ്ടും ആവാം, ചിലപ്പോൾ വഴക്കിട്ട് മിണ്ടാണ്ടിരിക്കുന്നതുകൊണ്ടൊക്കെ ആവാം. അങ്ങനെ പല റീസൺ കൊണ്ട് നിങ്ങളങ്ങനെ ചെയ്യാണ്ടിരിക്കുമ്പം പതിയെ നമുക്കെന്ത് സംഭവിക്കും? മടുപ്പ് സംഭവിക്കും. എത്ര സീരിയസ് ലവ് ആണെങ്കിൽ പോലും നമ്മളത് വളരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ, അത് വാഹനമാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ കൂടി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിന് വലിയ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. പതിയെ അതൊക്കെ ഇല്ലാണ്ടാവും. എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ തയ്യാറാക്കണം. എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ സ്നേഹം കൂടിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ സ്നേഹം എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. നമ്മൾ അവരെ സ്നേഹിക്കണം, ഒരുപാട് സ്നേഹിക്കണം. നമ്മൾ എന്തുണ്ടെങ്കിലും തുറന്ന് പറയാനൊക്കെ നമുക്ക് പറ്റണം. അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഉറപ്പായിട്ട് ഈ 5 സൈനുകളും അതിന് മേലോട്ട് വേറെയും സൈനുകളുണ്ട്. അതൊക്കെ വെച്ചിട്ട് അവർ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മളിട്ടിട്ട് എങ്ങെങ്ങൊക്കെ പോവും. അങ്ങനെ പോകാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നറിയോ? നിങ്ങളെല്ലാവരും ചെയ്തൊരു കാര്യം, നമുക്ക് പഴയ പോലെ ഇരിക്കാമെന്നൊക്കെ അവരോട് പോയിട്ട് പറഞ്ഞ് പഴയ പോലെ ഇരിക്കാൻ നോക്കുമ്പോൾ നടക്കത്തില്ല. സംഭവമൊന്നും ഒരിക്കലും നടക്കത്തില്ല. ഒന്നിക്കൽ അവർ പോകുമ്പോൾ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഓരോ മിസ്റ്റേക്കുകളും, അവരുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഓരോ മിസ്റ്റേക്കുകളും എടുത്തെടുത്ത് പറയാം. ഞാനിങ്ങനെ ചെയ്ത് എനിക്കറിയാം നിൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നിങ്ങളുടെ ഭാഗത്തിന് മിസ്റ്റേക്ക്, നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെങ്കിൽ അത് ആണായാലും പെണ്ണായാലും സോറി പറയുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. വളരെ വ്യക്തമായിട്ടൊരു സോറി പറയുക, ഇനി ഉണ്ടാവില്ല, ഉറപ്പായിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് മാക്സിമം അവരോട് സംസാരിച്ചിട്ടൊക്കെ മാക്സിമം അവരുടെ ഉള്ളിൽ നിന്ന് പതിയെ വിഷമങ്ങൾ എടുത്തെടുത്ത്, കുറച്ച് ടൈം എടുക്കും, പതിയെ വിഷമങ്ങൾ എടുത്തെടുത്ത് കളഞ്ഞ് സ്നേഹം പതിയെ ഫില്ല് ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയം എടുത്തതിനാലും നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റിലേഷൻഷിപ്പ് ആക്കി കൊണ്ടുവരാൻ പറ്റും. രണ്ടുപേരും ഒരിക്കലും ഈഗോ വെച്ച് നിൽക്കരുത്. ഒരാളെങ്കിലും ഒതുങ്ങി കൊടുക്കാൻ പറ്റണം. അത് നിങ്ങൾ ഇപ്പോൾ വീഡിയോ കേൾക്കുന്നത് നിങ്ങളാണെന്ന് ചോദിച്ച് കുഴപ്പമില്ല. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഒരാൾ ഒതുങ്ങി കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിരിക്കും. അത് തൽക്കാലത്തെ സിറ്റുവേഷനിൽ മാത്രം, പിന്നീട് അത് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് അണ്ടർസ്റ്റാൻഡിങ് പോയാൽ മതി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഗൈസ്, ഷെയർ ചെയ്യണേ. എന്നാലേ നമുക്ക് വീണ്ടും വളരാൻ പറ്റത്തുള്ളൂ. സോ ടേക്ക് കെയർ ആൻഡ് ബൈ.